2025 എന്ന് പറഞ്ഞ വർഷം എനിക്ക് നല്ലതും എന്നാൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു കേട്ടോ. എല്ലാവരും ചെയ്യുന്ന പോലെ ന്യൂ ഇയർ ആകുമ്പോൾ കുറേ റെസൊല്യൂഷൻസ് എടുക്കുന്ന പരിപാടിയില്ലേ, അത് നമ്മുടെ കേസിലുണ്ടായിരുന്നു. പല പല റെസൊല്യൂഷൻസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളും ചെയ്യണമെന്നും പല പല ആഗ്രഹങ്ങളായിട്ട് തുടങ്ങിയൊരു വർഷമായിരുന്നു. അതിൽ പലതും ചെയ്ത് തീർക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ചെയ്തെത്തിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് എപ്പോഴും ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് ചെയ്ത് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ 2026 മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വർഷം എന്ന് പറയുന്നത് കുറേ പേരെ സന്തോഷങ്ങളും അതുപോലെ തന്നെ ഉയർച്ചകളും കാണാൻ പറ്റിയൊരു വർഷമാണ്. പലവരുടെ ഉയർച്ചകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് അവരുടേതായ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഫാമിലീസിലായാലും ഓരോരുത്തരുടെ സന്തോഷങ്ങളിലും എനിക്ക് സന്തോഷപ്പെടാൻ പറ്റാറുണ്ട് കേട്ടോ. ഫാമിലീസായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും കൂടെ എനിക്ക് കുറേ യാത്ര ചെയ്യാൻ പറ്റിയിട്ടാണ്. 2024 കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും 2025 ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറേ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതൊക്കെ. മുന്നേ തന്നെ ചാനലുണ്ടെങ്കിലും റെഗുലറായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബ്രേക്ക് വരാറും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പരമാവധി റെഗുലറായിട്ട് വീഡിയോ ഇടാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പിന്നെ കോളേജിലായാലും ഞങ്ങൾ ഫ്രണ്ട്സായിട്ടും എല്ലാം ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പരിപാടികളൊക്കെ കോളേജിൽ നടക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയാണെന്നൊന്നുമല്ല, എന്നാലും പല പല ഫ്ലോപ്പ് ആയിട്ടുള്ള പരിപാടികൾ കണ്ടിട്ടും അടിപൊളിയായിട്ടുള്ള പരിപാടികൾ കണ്ടിട്ടും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ളൊരു ഷൂട്ട്, ഓണം ഷൂട്ട് നമ്മൾ ചെയ്തു കേട്ടോ. ഈ ഇയർ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ബിസിനസ് ചെയ്തിരുന്നു കേട്ടോ. ഫ്രെയിമും ഹാമ്പറും അങ്ങനെ കുറച്ച് കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ചെറിയ ബിസിനസ്. അത് ഞാൻ അത്ര വലിയ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്ന ബിസിനസ് ഒന്നല്ല, ചെറുതായിട്ടൊരു സൈഡായിട്ട് കൊണ്ടുപോയിരുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എനിക്കതിൽ കുറച്ചുകൂടെ പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്യണമെന്ന്. അങ്ങനെ സ്വന്തമായിട്ട് എനിക്കൊരു ചെറിയ കാറും എൻ്റെ അച്ഛൻ എടുത്ത് തന്നു കേട്ടോ, ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓടിച്ച് പഠിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ കാർ വിൽക്കുകയും ചെയ്തു. പിന്നെ അച്ഛൻ്റെ കാറിലായിരുന്നു കേട്ടോ കറക്കങ്ങൾ മൊത്തം. സ്വന്തമായി ഡ്രൈവ് ചെയ്യാൻ പറ്റിയ കാരണം കുറേ സ്ഥലങ്ങളിലേക്ക് ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ എൻ്റെ അമ്മേനും ചേച്ചീനൊക്കെ ആയിട്ട് കറങ്ങി നടക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. 2 വീലർ ആയാലും 4 വീലർ ആയാലും ഒക്കെ എടുക്കണ കാരണം നമുക്ക് വല്ല ആവശ്യങ്ങൾ വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. അതൊരു ഫ്രണ്ട്സിന് തന്നെയായിട്ട് ഔട്ടാണ് മെയിനായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടക്കൽ. ക്ലാസ്സിലെ പിള്ളേരായിട്ട് പെട്ടെന്ന് ആഗ്രഹം വരുമ്പോൾ പെട്ടെന്ന് എന്താ ഇഷ്ടമെന്നുള്ള വെച്ചെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവുക. അതൊക്കെയാണ് കേട്ടോ നമ്മുടെ പരിപാടി. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് പലരും കടന്നു വരുമല്ലോ, അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി കടന്നു വന്ന പലരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വർഷം എൻ്റെ ഫ്രണ്ട്സ് ഗാങ്ങിൽ പലവരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ണി ആയവരും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് വിഷമമായിട്ടുള്ള പല മൊമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ അവരെ കാണാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ പലരും നഷ്ടപ്പെട്ടു പോയൊരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. ഇനി തിരിച്ചു കിട്ടാത്ത കുറേ ഓർമ്മകളായിട്ടാണ് കേട്ടോ അവർ പോയത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. അതെങ്ങനെ വേണേലും മാറി പറയാം. കുറേ പേർക്ക് സന്തോഷങ്ങളായിട്ടും കുറേ പേർക്ക് ദുഃഖങ്ങളായിട്ടും എല്ലാം മാറാം കേട്ടോ. അതുകൊണ്ടുള്ള മൊമെൻറ്റ് ഹാപ്പി ആക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.